ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് യൂട്യൂബ് ചാനൽ. ചാനൽ. ഓക്കെ, അതിനു മുമ്പായിട്ട് നിൻ മാത്രമൻ ജീവൻ എന്ന് പറഞ്ഞുള്ള ഒരു മ്യൂസിക്കൽ ഒരു ലവ് ആൽബം നമ്മൾ റീസെന്റ് യൂട്യൂബിൽ റിലീസ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ചില വ്യക്തികൾ കാരണം മുമ്പ് ചെയ്ത ആ ഒരു ആൽബം നമുക്ക് യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടി വന്നു. അത് വീണ്ടും നമ്മൾ റീഷൂട്ട് ചെയ്ത് കുറേ ആളുകളുടെ കഠിനാധ്വാനം കാരണം അത് വീണ്ടും റീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ചാനലിലാണത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവരും കാണാം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് രൂപത്തിൽ കമന്റ് ആയിട്ട് അറിയിക്കാം. രേഖപ്പെടുത്തും. അപ്പോൾ അജയ് ചേട്ടനൊക്കെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ലീഡ് റോള് ക്യാരക്ടർ പറയാനും ജാനസ് തന്നെയാണ് അതിൽ ഫുള്ള്. അപ്പോൾ ഞങ്ങളും അങ്ങനെ സിനിമന്റെ റിവ്യൂ ചെയ്ത് ഞങ്ങളും സെലിബ്രിറ്റികളായി ആയിരിക്കുന്നു. ചെറിയൊരു ആൽബം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഇത് നമ്മളൊരു പ്രൊഡക്റ്റ് ആണ്, അക്രലിക് മെമന്റോസ്. അക്രിലിക് സൈസിനും കാര്യത്തിനൊക്കെ നിങ്ങളുടെ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് അതിന്റെ എമൗണ്ട് ചെയ്യണത്. ഓക്കെ, നിങ്ങൾ ഫോട്ടോ കൊടുക്കുക. ഞങ്ങൾ ഈ വർക്ക് ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾ വർക്ക് ഇത് എത്ര ഇഞ്ച് വരുന്നത്? ഇത് 6 ഇഞ്ച് 6 ഇഞ്ച് വരുന്നത്. 8 ഇഞ്ചിന്റെ ഉണ്ട്, പിന്നെ 10 ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വർക്കിന് വേണ്ടവർ താഴെ അജേഷയുടെ നമ്പർ കൊടുക്കാം. പിന്നെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഓർഡറുകൾ അല്ലെ, നിങ്ങൾക്ക് വിലപ്പെട്ടവർക്ക് ഇത് നിങ്ങൾ സമ്മാനമായിട്ട് നൽകുക. ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയൊരു ട്രെൻഡിങ് ഐറ്റംസ് ആണ്. ദ കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടന്റെ മോളുടെ വിസ്മയ മോഹൻലാലിന്റെ മൂവി റീസെന്റ് റിലീസ് ചെയ്തിട്ടുണ്ടായി, തുടക്കം എന്നുള്ളൊരു മൂവി അല്ലെ. അപ്പോൾ അതൊരു നല്ലൊരു തുടക്കം ആയിരുന്നോ? മോഹൻലാൽ എന്നുള്ളൊരു കംപ്ലീറ്റ് ആക്ടർ, ലെജൻഡറി ആക്ടറിന്റെ മോളുടെ ഫസ്റ്റ് അരങ്ങേറ്റാണ്. തുടക്കം അടിപൊളിയായി, അതാണ് എനിക്ക് പറയാനുള്ളത്. നല്ല ഉഷാറായി. അതില് എന്താ എടുത്തു പറയാന്ന് പറഞ്ഞാല് അവള് ഞാൻ ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ജൂഡ് ആന്റണിയാണ് മൂവിയുടെ സംവിധാനം ചെയ്തിട്ടുള്ളത്. പിന്നെ അല്ലെ ഒരു കുറേ ഒരു ആക്ടേഴ്സ് ഒന്നുമില്ല, ലിമിറ്റഡ് സ്റ്റോറി, ലിമിറ്റഡ് ആക്ടേഴ്സ് അല്ലെ, ലിമിറ്റഡ് ആളുകൾ. പക്ഷെ നല്ലൊരു ഡയറക്ഷൻ ആയിരുന്നു, നല്ലൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു. പക്ഷെ കുറച്ച് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇഷ്ടപ്പെടാത്തന്നല്ല, കുറച്ച് നമുക്ക് ഗണേഷ് കുമാറിന്റെ ഒക്കെ ആ ഒരു സീനുകളൊക്കെ കുറച്ച്, കാരണം നല്ലൊരു സ്റ്റോറി ആയിട്ട് അതുവരെ കൊണ്ടുവന്നൊക്കെ അവിടെ വെച്ചിട്ട് ഒരു കോമിക് ആക്കി, ഒരു കോമഡി. ലാലേട്ടന്റെ എൻട്രി അല്ലെങ്കിൽ ലാലേട്ടന്റെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതെ, ഒരു ഇഷ്ടപ്പെടാത്ത പോലെ ആയില്ലേ ഗണേഷ് കുമാറിന്റെ ഒക്കെ അവിടെയുള്ള ആ ഒരു സീനൊക്കെ. ഒരു സെനാരി അതിൽ വേണമെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ ആദ്യം തുടക്കം ഒരു ഇതായിട്ട് വന്നത് ഫസ്റ്റ് അവസാനം അതൊരു കോമഡി, ചിലപ്പോൾ അത് അവര് നല്ലൊരു സെറ്റായിട്ട് ഉദ്ദേശിച്ചിട്ടായിരിക്കും അത് കൊടുത്തത്. പക്ഷെ എനിക്കത് വർക്ക്ഔട്ട് ആയില്ല. മോഹൻലാലിന്റെ, അതായത് നിങ്ങൾക്കറിയാം മോഹൻലാൽ എവിടെ ഉണ്ടോ അവിടെ ആരുണ്ട്? ആന്റണി പെരുമ്പാവൂരുണ്ട്. മോഹൻലാലിന്റെ കാര്യം ഇനിയിപ്പോ നമ്മള് പറയണോ? അപ്പൊ ഇവിടെ അത്രയും ബെസ്റ്റ് ആക്ടർ അല്ലേ. ഇവിടെ മോഹൻലാലിന്റെ മോള് അഭിനയിക്കുമ്പോ അവിടെ ആന്റണി പെരുമ്പാവൂരുടെ മകൻ തകർത്ത് അഭിനയിക്കുകയാണ്. പറയുമ്പോ ഭീമാകാരമായിട്ട് ഡയലോഗ്സോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ കുറച്ച് ഡയലോഗ്, ആ ലുക്കില് കൊണ്ടുപോയി ആ വില്ലൻ. ഒരു എക്സാക്ട് ഒരു വില്ലനിസം മൂപ്പർക്ക് അവിടെ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞു. നമുക്ക് തന്നെ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറോട് ദേഷ്യം തോന്നിക്കുന്ന രീതിയിൽ. പക്ഷെ അവസാനം ചില എന്താ പറയുക വൈകാരിക നിമിഷങ്ങളിലൊക്കെ വിസ്മയ മോഹൻലാലിന്റെ കയ്യിൽ നിന്ന് പോയോ എന്നുള്ളത് തോന്നുന്നിടത്ത്, പക്ഷെ അത് റൈറ്റ് ആയിട്ട് അവിടെ അവരത് ചെയ്തു വെച്ചു. നല്ല രീതിയിൽ അതിന് അവരെ അഭിനയമാണെങ്കിലും ഒട്ടും ഓവറാക്കാത്ത രീതിയിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ചെയ്യുന്ന പോലെ തന്നെ അവരത് ചെയ്തിട്ടുണ്ട്. അപ്പോ ആ ഒരു അഭിനയം കാര്യങ്ങളൊക്കെ ഓക്കെയാണോ? കൂടുതലൊന്നും പറയണില്ല. പിന്നെ സെറ്റപ്പ് ആണ്, അടിപൊളിയാണ്. അവസാനത്തെ ഫൈറ്റ് സീനൊക്കെ. പിന്നെ എടുത്തു പറയാനുള്ളത് മൂവായി തോയ് എന്ന് പറഞ്ഞുള്ള ഒരു ആയോധന കല, അത് ഇതിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അത് വിസ്മയ മോഹൻലാല് ചെയ്യുന്നത് അത് മൂവായി തോയ് എന്ന് പറഞ്ഞുള്ള ഒരു ആയോധന കലയാണ്. അത് ഈ ഒരു ചിത്രത്തിലുള്ള അവസാനത്തെ ഫൈറ്റുകളിലൊക്കെ ആ ഒരു ആക്ഷൻ സീന് വളരെയധികം ഈ ഒരു മൂവിന് ഭയങ്കരമായിട്ട് അല്ലെ ഒരു പീക്കിൽ കൊണ്ടെത്തിക്കുന്നുണ്ട്. അത് മോഹൻലാലും ചെയ്യുന്നുണ്ട്. മോഹൻലാലിന്റെ ആ ഒരു കുറച്ച് സീക്വൻസ്, ഒരു ഫൈറ്റ് സീൻ നല്ല അടിപൊളിയായിട്ട് ആ ഒരു ക്യാമറ വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ സ്ക്രീൻ പ്രസൻസ് അടിപൊളിയാണ്, സൂപ്പറായി. ചെങ്ങായി ഭയങ്കര മാത്രം കറക്റ്റ് ഇത് എടുക്കുമ്പോ ഇങ്ങനെ നല്ല സ്റ്റൈലായി. അതെനിക്ക് നല്ല ഇഷ്ടമായി. ലാലേട്ടന്റെ പ്രസൻസ് പറഞ്ഞ സംഭവം തന്നെ അതിനൊരു രക്ഷയില്ല. പിന്നെ സംഗീതം സോങ്, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ആ സോങ് ഒക്കെ നല്ല രസമുണ്ട്. ജാക്സ് ബിജോയ് എന്ന് പറഞ്ഞാൽ അതിന്റെ ജാക്സ് ബിജോയ്. എനിവേ ഓവറോൾ
ഫാമിലിയൊക്കെ ആയിട്ട് കണ്ടിരിക്കുക, കുട്ടികളൊക്കെ ആയിട്ട് പോവാ. എസ്പെഷ്യലി വീട്ടിൽ പെൺകുട്ടികളും സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കാണിച്ചു ഗേൾസ് ഒക്കെ ഒന്ന് കാണണം, എന്തായാലും കാണണം. പോലെ ഇപ്പത്തെ ഒരു എന്തായാലും കാണണം. നമ്മളെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സൊസൈറ്റിയിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ആയോധന കല കുട്ടികളുടെ ഒന്ന് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒന്ന് പഠിക്കാം, ശ്രമിക്കാം. എല്ലാം അതായത് അടുത്തൊരു പീക്ക് വില്ലനായി ഏതായാലും അല്ലേ? മലയാള സിനിമയിൽ നല്ല വില്ലനായി. മറ്റേ സാഗർ സൂര്യന്റെ പണിക്ക് ശേഷം നിങ്ങൾ സാഗർ സൂര്യന്റെ വലിയ ആളാണല്ലോ. സാഗർ സൂര്യന്റെ വലിയ ആളായിട്ടല്ല, പണി പറഞ്ഞ സിനിമയിൽ അവൻ അടിപൊളിയായിട്ട് അഭിനയിച്ചു. നല്ല വില്ലൻ കറക്റ്റ് ആയിട്ട് കൊടുന്നു. അതുപോലത്തെ വില്ലൻ എന്നല്ല, ഇത് വേറൊരു ഡിഫറെന്റ് ആയിട്ട് ഇപ്പൊ കൂടുതൽ ഡയലോഗ്സ് ഒന്നും ഇല്ലല്ലോ, ആറ്റിറ്റ്യൂഡിലാണ് ഇതിൽ ഇന്നലെ കഴിഞ്ഞതൊക്കെ പോയത്. അതെ അതെ, ആറ്റിറ്റ്യൂഡ് മാത്രം. ആ ഓരോ സീനുകളും ഒക്കെ അതിലാണ് അടിപൊളിയായി സംഭവം. ഏതായാലും ക്ലിക്കായി. അത് രണ്ടാളും, അതായത് വിസ്മയ മോഹൻലാലും അതുപോലെ തന്നെ ഈ പറഞ്ഞ പിന്നെ സായികുമാറിന്റെ ക്യാരക്ടർ പറയുന്നത് നല്ല രീതിയിൽ ഒരു അച്ഛൻ റോൾ ചെയ്തു വെച്ചു, അടിപൊളിയായി. ഉള്ളവരൊക്കെ ഉള്ള അഭിനയം അല്ലെ, എല്ലാവരും അഭിനയം നല്ല രീതിയിൽ കാഴ്ചവെച്ചു. നല്ലൊരു പ്ലോട്ട്, നല്ലൊരു സിനിമാറ്റോഗ്രാഫി, നല്ല വ്യൂ അല്ലെ, നല്ലൊരു വ്യൂ കാര്യങ്ങള്. ഇതിനെന്തൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഇതിന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് നെഗറ്റീവ് ഗണേഷ് കുമാറിന്റെ അവിടുത്തെ വന്ന ആ ഭാഗമൊക്കെ മോശമായി പോയി. ഒരു സുഖം കിട്ടിയില്ല. ആ ഭാഗമൊക്കെ എന്തിനാണ് വെറുതെ മോഹൻലാലിനെ കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ച പോലെ ആയിപ്പോ ആ പാർട്ടൊക്കെ. ശരിയല്ലേ? മോഹൻലാലിന് കുറച്ച് ഫൈറ്റ് സീനൊക്കെ കൊടുക്കാനുള്ള ഒരു ഭാഗം കൊണ്ടുവന്ന പോലെ ആയി. അത് നമുക്ക് കാണുമ്പോ തന്നെ അറിയാം ആ ഒരു ഭാഗം. കഥാപാത്രങ്ങൾക്ക് കുറച്ചും കൂടെ എന്താ ഒരു വ്യക്തിത്വം നൽകാമായിരുന്നു എന്നുള്ളത് തോന്നുന്നു. മൊത്തത്തിൽ ഇതാണ് ഒരു അടിപൊളി സിനിമ കണ്ടിരിക്കാം. അതായത് നല്ലൊരു എന്താ പറയാ, അടിപൊളി സിനിമ. മോഹൻലാലിനെ തുടരുന്ന പോലെ ഇവരിലെ വിസ്മയ മോഹൻലാലെ നല്ലൊരു തുടക്കം, നല്ല മൂവികൾ കിട്ടട്ടെ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട്. ബൈ.